ഹായ് ഫ്രണ്ട്സ്, എന്നും ഞാൻ എൻ്റെ ഡേ മൈ ലൈഫാണ് എടുക്കുന്നത്. ഇന്ന് കുഞ്ഞിൻ്റെ ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വരുന്നതേ അച്ഛയുടെ കൂടെ കയറിയിരിക്കുവാണ്. പിന്നെ എഴുന്നേറ്റ് വരുന്നത് ആൾക്കൊരു ഇച്ചിരി വഴക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാൻ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പി അപ്പുറത്ത് പോയിരുന്നൊരു പടം വരച്ചായിരുന്നു കേട്ടോ. അതെല്ലാവരെയും കൊണ്ട് കാണിക്കുക. അപ്പോൾ ചേട്ടനെ തപ്പിയാണ് ആദ്യം തിണ്ണയിലോട്ട് പോയത്. പിന്നെ റൂമിനകത്തായിരുന്നു ചേട്ടായി. അപ്പോൾ ചേട്ടായിനെ കൊണ്ട് കാണിക്കുന്നത് ചേട്ടായി എന്തോ സർട്ടിഫിക്കറ്റ് ഏതാണ്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് അവൾ വരച്ചാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി കൈ കൊട്ടുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങളിങ്ങനെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവളത് നോക്കി വരയ്ക്കും കേട്ടോന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾ കുളിക്കുന്ന സമയമായി. പിന്നെ അവളെ കുളിപ്പിച്ചിട്ട് വന്നേ. അപ്പോഴത്തേനും അവൾ ക്യാമറ കണ്ടു. അപ്പോൾ ക്യാമറയിലോട്ട് നോക്കി അവൾ ഏതാണ്ടോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഫോൺ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് അംഗനവാടി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ചൊരുക്കുകയാണ്. ചെറുപ്പത്തിലൊന്നും ഒരുങ്ങാനൊന്നും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ആയപ്പോഴത്തേക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വീട്ടിലിരുന്നാലും കുളിച്ച് എൻ്റെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. അപ്പോൾ അത് അംഗനവാടി പോകുമ്പോഴും ശീലമായതുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ എഴുതിക്കും കേട്ടോന്നേ. ചേച്ചിനെ വരച്ചേ. തന്നെ കരിയോ? അതാണോ മുടി? ആരടി അങ്ങനെ മുടി വരപ്പിക്കാൻ പഠിപ്പിച്ചേ? ചക്കരെ? ആ കേട്ടല്ലോ, അതാണ് പുള്ളിപ്പാവാട. കാലുണ്ടോ? അതിനിതാ ഡിസൈനാണോ? മടുത്തോ? ചേട്ടായി ഇല്ലേ? ചേട്ടായിക്ക് കമ്മലില്ലേ? കുഞ്ഞിൻ്റെ കണ്ണെന്നാ നിറഞ്ഞു വരുന്നേ. ഞാനും കുഞ്ഞാപ്പിയും കൂടെ കടയിൽ പോവാണ്. ചെരുപ്പിട്. ഇത് ഞങ്ങൾ കടയിലോട്ട് നടക്കുകയാണ്. അല്ലേ കുഞ്ഞാപ്പി? കാണുന്നതാണ് നമ്മുടെ ടൗണ്. ചെടി ചവിട്ടല്ലേ, ഇതെല്ലാം പുല്ല് വെട്ടിയിട്ടേക്കുമോ. കയറി ഇച്ചിരി പച്ചക്കറിയും മേടിച്ചു. കുഞ്ഞാപ്പിക്ക് ഒരു ജെല്ലിമിഠായി മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. തുണിയൊക്കെ വിരിച്ചിട്ടിട്ടാണ് പോന്നേക്കുന്നത്. ഒരാൾ പിണങ്ങി. ക്ലോക്ക് നമുക്ക് ക്ലോക്ക് തുറന്ന് നോക്കാം. പിന്നെ ഞാൻ വീട്ടിലോട്ട് മീഷോയിൽ നിന്നൊരു ക്ലോക്ക് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അപ്പോഴത്തേനും വന്നായിരുന്നു. ഞങ്ങൾ കടയിൽ പോയിട്ട് വന്ന കറക്റ്റ് സമയത്ത് അതും കൂടെ വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. എനിക്കിങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. ഓരോ സാധനം ഇങ്ങനെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ ഭയങ്കര എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട്. ആൾ വല്ല തിന്നാനുള്ളതെന്നൊക്കെയാണ് വിചാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കും ഞാൻ തുറക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്തൊരു ക്ലോക്കായിരുന്നു കേട്ടോ.
കാതോരം കൊത്തിപ്പേരൊക്കെയും കുറുവാലിട്ടാട്ടെ പടകൊട്ടിപ്പായാനന്ദി ആനഞ്ഞറിയുമല്ലൊരു വീടൊരു പെരുമണി മരമേ വിരിച്ച കസകത്തുന്ന മറിയ ചിത്രശലമാവുണ്ണാൻ തീടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും ഉണ്ണാൻ തീടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും മാറോട് ചേർത്തുന്ന കൊഞ്ചിച്ചോടെ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞത് ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടോന്നേ. എഴുന്നേറ്റു ചോറുണ്ടിട്ട് പിന്നെയും കിടന്നതാണ് ഇട്ടത്. പിന്നെ അവളുടെ മെയിൻ പരിപാടി വര തന്നെയാണ് കേട്ടോന്നേ. എന്നാൽ എഴുതുന്ന കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മൂടുണ്ടെങ്കിൽ ആട്ടോ എഴുതുകയുള്ളൂ. പിന്നെ കുറേ കാട്ടുവെള്ളയൊക്കെ വരച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ഒറ്റ ചെടി പോലും നിർത്തിയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് അവൾ ഭയങ്കര കളിയായിരുന്നു. ഹലോ മമ്മി. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. വൈകുന്നേരം ആയിട്ടുണ്ട്, 5 മണിയായി സമയം. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിതേ മുറ്റത്തിറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാപ്പി അങ്ങ് വാനക്കോണിൽ പഠിക്കും. വീടല്ലേ അതൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ താഴത്തെ വീട്ടിൽ 2 നക്ഷത്രം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് നക്ഷത്രം വേണമെന്ന്. അപ്പോൾ വൈകുന്നേരം ചേട്ടായി പോയി മേടിച്ചുകൊണ്ട് വന്നത് അത് സെറ്റാക്കുന്നത് അവൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കും കഴിക്കാൻ നേരത്ത് മാത്രം ആൾക്ക് ഫോൺ വേണം കേട്ടോ. അപ്പോൾ ഫോൺ വെച്ച് കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇച്ചിരി നേരം കൂടെ രാത്രി വരെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങത്തുള്ളൂ. അപ്പോൾ എത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞാപ്പിയുടെ ഒരു ഡേ മൈ ലൈഫ്. പിന്നെ അവൾ ഇഞ്ചിപ്പെണ്ണൊക്കെ കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടാറ്റാ.